ഗൈസ്, ഇന്നത്തെ നമ്മളെ വീഡിയോ റെയിൽവേ സ്റ്റേഷനിലാണ് തുടങ്ങുന്നത് കേട്ടോ. നമ്മളെ ട്രെയിൻ ഇതാണ്, നമ്മളെ വെഹിക്കിൾ വരുന്നതാണ് ഗൈസ് നമ്മളെ ട്രെയിന്. അപ്പം വളരെ നേരത്തെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഇനി എറണാകുളത്തേക്ക് പോവാണ് കേട്ടോ. വരുന്ന ട്രെയിനാണ് നമ്മളത്. പക്ഷെ സീറ്റിനൊരു പ്രശ്നമുണ്ട്, ഞങ്ങളത് DE1 ആണ്. ഇവിടെ അങ്ങനെ ഒരു സാധനം ഇല്ല, DL അങ്ങനെയൊക്കെയാണ്. ട്രെയിൻ എത്തി ഗൈസ്. അപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് കാണാം. D1 ശരിയാ. അപ്പൊ ഇതാണ് നമ്മളത് കേട്ടോ. കൊച്ചിതെന്താ നിർത്താത്തേ? അങ്ങോട്ട് ഓടിക്കോ. അതല്ല, ഇതിങ്ങനെ പോന്നെന്താ? ഗൈസ്, ഇവിടെയാണ് നമ്മളെ DE1. ഞങ്ങൾ അങ്ങേ തുടക്കലേനു. ഇങ്ങോട്ടേക്ക് ഒരാളോട് ചോദിച്ചിട്ട് വന്ന നന്നായി. ഇല്ലേ ഓടുന്ന ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കിച്ചേ. നമ്മൾ സീറ്റ് കണ്ടുപിടിക്കാം. ഇതാണ് അവസ്ഥ, അതാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാതെ. ഞാൻ അവിടെ എത്തി, അവിടുന്ന് റൂമിലൊക്കെ എത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം. അത് നന്നാവുക. ഇപ്പം നമ്മളിതാ എറണാകുളം എത്തി. എറണാകുളം ജംഗ്ഷനിലാണുള്ളത്. ഇതാണ് നമ്മളെ ട്രെയിൻ. ഇതാണ് DE1. ഇത് സെപ്പറേറ്റ് ഒരു ബോഗിയാണ് കേട്ടോ. ഈ ബോഗിന്ന് അപ്പുറത്തെ ബോഗിയിലേക്ക് കിടക്കാൻ പറ്റില്ല. സാധാരണ അങ്ങനെ കിടക്കാൻ പറ്റുമല്ലോ, പക്ഷെ ഇത് പറ്റൂല. കാരണം ഇത് സെപ്പറേറ്റ് ബോഗി ഇട്ടതാ അവരെന്ന് പറഞ്ഞ ജെലിക്ക പറഞ്ഞത്. എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതേ ടറ്റ് പോയാൽ തീർന്നില്ലേ. ചെലിക്കതാ യാതൊരു ഇതും ഇല്ലാണ്ട് പോകുന്നു. നമ്മളിനി നേരെ എന്താക്കണം, റൂമിലെത്തണം. ചെലിക്കാൻ്റെ ഫ്രണ്ട് ഒരു റൂം ഇവിടെ റെഡി ആക്കിക്കണേ. നമ്മൾ എങ്ങനെ പോന്നെ പറയും? ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ നോക്കുന്നുണ്ട് കേട്ടോ. അതാ ഉറങ്ങി തൂങ്ങുന്നുണ്ട്. ട്രെയിനിന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അത്ര പ്രശ്നങ്ങൾ ട്രെയിനിൽ ഉണ്ടാവുകയോ. അപ്പോന് കിടന്ന് ഉറങ്ങിയില്ല, ഇപ്പൊ അതാ ഉറങ്ങുന്നു. ഇതാ ഉറങ്ങിച്ചേ ഇതൊക്കെ ഉറങ്ങി. കേസിന് നമ്മൾ ഇവിടുന്ന് ബസ്സിനോ ട്രെയിനോ ട്രെയിനല്ലാലോ എന്തെങ്കിലും മെട്രോയിലോ അല്ലെങ്കിൽ ബസ്സിനോ വേണം പോവാൻ കേട്ടോ. എന്തിലാ പോണേന്നൊന്ന് ആദ്യം നോക്കി നോക്കട്ടെ. നമ്മളങ്ങനെ റൂമിലെത്തിട്ടോ. ഫുള്ള് സൈഡായി. ജെല്ലിക്കതോ അവിടെ കിടക്കുന്നു. ജെയ്യത് അപ്പുറത്തെന്തോ പണിയെടുക്കുന്നു. നമ്മൾ റൂമിലെത്തിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പം പുറത്തൊക്കെ ഒന്ന് പോകണം. പുറത്ത് പോകണത് വേറെ നിന്നില്ല, ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് ചായ കുടിക്കണം. നല്ല ക്ഷീണമുണ്ട്. ഞങ്ങള് ജെലിക്ക ആദ്യം നിന്ന് ഷോപ്പിലൊക്കെ പോയിട്ടോ. അങ്ങനെ ജെലിക്കാൻ്റെ പഴയ ഫ്രണ്ട്സിനെ കണ്ട് ഇവർ കുറേ അവിടുന്ന് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് ലാസ്റ്റാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം ഓരോ മുമ്പ് എനിക്ക് എടുക്കാൻ എന്തോ ഒരു ഷെയ്ഡ്. ജെലിക്കാനും മുന്നോക്കണേന്ന് പറയും പോലെ ഇല്ലാതെ ബാക്കിയുള്ളവർ ക്യാമറയോട് സംസാരിക്കില്ലേ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പോൾ ലുലുവിൽ പോയിട്ട് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ ഓരോ ഉണ്ട്, ബേക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി നേരെ ലുലുവിൽ പോവാണ്. ജസ്റ്റ് ലുലുന്ന് കണ്ടിട്ട് ഇറങ്ങാൻ വെച്ച്. ഞാൻ പണ്ട് 10ാം ക്ലാസ്സിൽ എങ്ങാണ്ട് വന്നതാണ്. ട്രിപ്പ് വന്നായിരുന്നു. ട്രിപ്പ് വന്നിട്ട് ലുലു മാളിൽ പോയി. പിന്നെ എവിടെ പോയേ? വണ്ടർലയിൽ പോയി. പിന്നെ ഇവിടെ അടുത്ത് ഫോർട്ട് കൊച്ചിയിൽ പോയി. അങ്ങനെ കുറച്ച് സ്ഥലത്ത് മാത്രം പോയിട്ടുണ്ട്. ഇപ്പം നാളെ അറിയാം ഇവിടുത്തെ എല്ലാ മുക്കും മൂലയിലും ചെലിക്ക് തന്നെ കൊണ്ടുപോകും. കാരണം കടയിലേക്ക് കുറച്ച് സാധനങ്ങൾ എന്തായാലും എടുക്കണം. ഇപ്പം നമുക്ക് പോയേ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്തായാലും പോകും. അപ്പം ബാക്കി ഇനി ലുലു മാളിൽ എത്തിയിട്ടാണ്. ലുലുവിലെത്തി ഗൈസ്. Wow.
ഇറങ്ങിയോ? ഞങ്ങൾ അവിടെ അവിടെ പുറത്ത് കുടയും വെച്ച് പോകുന്നു. എൻ്റെ +1 മുതൽ എൻ്റെ കൂടെയുള്ള കുടയാണ്. സോ അതിനങ്ങനെ വിട്ടിട്ട് പോരാൻ പറ്റില്ല. മാങ്കോ ജയ്യു ഫസ്റ്റ് ടൈം അല്ലേ ഇവിടെ? ജയ്യു ഫസ്റ്റ് ടൈം. ഞാനിപ്പം മാക്കിന്റെ ജലിക്കൻ്റെ അടുത്ത് എത്തിയിട്ട് പറയിച്ചു മാക്കിന്റെ ഷോ. മാക്കന്നല്ല, അതേതത് മാക്കിന്റെ നൈക്കേന്റെ ആ ഷോപ്പിൽ കയറിട്ടോ. ലിപ്സ്റ്റിക് എൻ്റെ അത് പോയിക്കുന്ന സംഭവം. അപ്പോൾ ട്രയൽ ചെയ്യാൻ ചോദിച്ച് ട്രയലൊക്കെ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഒരു വീഡിയോ പിന്നെ ഇതിൽ കാണിച്ചു തരാം. അത് ഞാൻ എടുക്കുമ്പോൾ പറഞ്ഞു എന്നോട് വീഡിയോ അലോഡല്ല, ഫോട്ടോ അലോഡല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് അപ്പം എന്നോട് ചോദിച്ചു ന്യൂഡ് ഷെയ്ഡ്. അപ്പം ഞാൻ ആ ന്യൂഡ് ഷെയ്ഡാണ് യൂസ് ചെയ്തത്. ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ അല്ല ഇവരെവിടെ പോയി തന്നിട്ട് ഇങ്ങനെ നോക്കി. അപ്പം അവരവിടെ ഉണ്ടാവുന്നതാണ്. ഞാൻ പറഞ്ഞാൽ ജസ്റ്റ് നോക്കിയിട്ട് വരാമെന്ന്. ഓർക്കറിയില്ലല്ലോ നമ്മളതിന് ടെസ്റ്റർ നോക്കാൻ പോയത്. എൻ്റെ ലിപ്സ്റ്റിക്ക് പോയി. ഇനി ഇവിടുന്ന് ഫോട്ടോ എടുക്കുമ്പോൾ പിന്നെ ലിപ്സ്റ്റിക് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇത് ചോദിച്ചിട്ടോ അല്ല ഞാൻ ജസ്റ്റ് MRP ചോദിച്ചു. ഇതിന് എത്ര പ്രൈസ് വരുന്നത്? 3,700. ഞാൻ പറഞ്ഞു വേണ്ട. ഞാൻ എനിക്ക് ഷെയ്ഡും വലിയ ഇഷ്ടമില്ല, കാരണം ഞാൻ ഇടുന്ന ഷെയ്ഡല്ല. പിന്നെ അവിടുന്ന് കൂടുതൽ നോക്കാനൊന്നും നിന്നില്ല. ജസ്റ്റ് എനിക്കൊന്ന് ചെറുതായിട്ടൊന്നും ഇടണമെന്നേ ഇല്ലായിരുന്നുള്ളൂ. നമ്മളങ്ങനെ പോണപ്പം നമ്മളങ്ങനെ പോകുന്നവര് ഫുഡ്കോട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാം. നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ചില്ല. സോ ഗൈസ് ഇനി എന്തായാലും ഞാൻ സംഭവം സുഡിയോന്നൊക്കെ അങ്ങനെ ചെയ്യലുണ്ട്. സുഡിയോന്ന് ഞാൻ മാത്രമല്ല, എത്ര ആൾക്കാർ അങ്ങനെ ചെയ്തിക്കണ കമൻറ്റ് ചെയ്യട്ടോ. ഓൾമോസ്റ്റ് എല്ലാ പെൺകുട്ടികളും ചെയ്യും. സുഡിയോയിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ട്രയൽ ചെയ്യാനും തന്നെ അടുത്ത സ്പ്രേ എടുത്തടിച്ച് നോക്കുക, മസ്കാര ഇട്ട് നോക്കുക. ഒക്കെ നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ നൈക്കയിൽ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓ അതിൻ്റെ വില കേട്ടാൽ എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ ഒലിച്ചു പോയി. എന്തായാലും അടിപൊളി. എനിക്ക് ലിപ്സ്റ്റിക് ഇടണമെന്നേ ഉള്ളൂ, ഞാൻ ഇട്ടു അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ഇതല്ല കേട്ടോ. ഓ അതാ ഞാൻ അറിഞ്ഞില്ല. ശിവൻ പറഞ്ഞാല് ആരും എന്നോട് പറഞ്ഞില്ല. അത് എന്തായാലും നിക്കരുത് എന്ന്. അതെന്താ തെറ്റിട്ട് വെച്ചിക്കണ്? അങ്ങനുണ്ടോ? അക്കര ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ അവിടെ എത്തിച്ച് വേറെ ഞാൻ കാണുമ്പോൾ കാണിച്ചത് എല്ലാവരും നമ്മളെ തന്നെ നോക്കും വ്ളോഗ് കൊടുത്ത് നടന്നാൽ. കാരണം ഇവിടെ കുറേ വ്ളോഗേഴ്സ് ഉണ്ടല്ലോ. നമ്മുടെ വയനാട്ടിലും അങ്ങനെ ആൾക്കാരില്ലാത്തതും കൊണ്ടുള്ള ഒരു സീൻ മാത്രം അവിടെ. പക്ഷെ ഇവിടെയൊക്കെ ഇങ്ങനെ എല്ലാവരും വ്ളോഗൊക്കെ ചെയ്ത് നടക്കുന്നതും കൊണ്ട് നോ ഇഷ്യൂസ്. ഓക്കെ ഇനി ഇവിടെയൊക്കെ ഒന്ന് കാണട്ടെ. എന്തായാലും കുറേ ചിരിച്ച് ഗായ്സ്. ജെയ്യു ഇവിടെ കണ്ട് അന്തം വിട്ടിരിക്കുന്നു കേട്ടോ. ജെയ്യു ഫസ്റ്റ് ടൈമാണ് വരുന്നത് തന്നെ. ജെയ്യുതോ പോണു. ജെയ്യുവിന് എന്തെങ്കിലും കേട്ടു കൊടുക്കിച്ചേ ഓനക്ക് പറ്റിയ ഐറ്റംസില്. ഇത് കളിക്കാൻ 60 എന്തെന്നാ കളി നോക്കറിയോ? വെറുതെ പൈസ കളയുന്ന മാത്രല്ല. ഓനൊന്നും അറിയില്ലല്ലോ, കുറച്ചുകൂടെ ആവണം. അറിയുന്ന സമയത്ത് കൂട്ടിക്കൊണ്ടിരണം, എന്നിട്ട് കയറ്റി കൊടുക്കണം. ഇതെന്താന്ന് ഓനക്കറിയില്ല. ഓനക്കാകെ അറിയുന്നതാ കറക്കി കളിക്കാൻ അറിയാം. ഞാനും ചെയ്യും ഒറ്റക്കായി. ശരിക്ക് ഞങ്ങളെ കൂട്ടാണ്ട് ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ പോയി കാണിച്ചരാം. നടന്നു പോയി വരുന്നു. ഇപ്പോഴാ ഓർമ്മ ആയത് തോന്നുന്നുണ്ട്.
പറയുന്ന അജേ ഫ്രണ്ട്സിനെ ഇട്ടിയപ്പോ ഞങ്ങൾ ഒറ്റക്കാക്കി നിങ്ങൾ പോയി അപ്പൊ നിങ്ങൾ അവിടുന്ന് കൈ നീട്ടി വരുന്നത്. നിങ്ങളുടെ അടുത്തൊന്ന് വരട്ടാ വിചാരിച്ചേനെ അപ്പത്തേ നിങ്ങൾ തിരിഞ്ഞു വന്ന്. ഇവര് കൊറേ അങ്ങോട്ട് നടക്കും കൊറേ ഇങ്ങോട്ട് നടക്കും. ഇന്നും വല്ലോ നടക്കുമോ നന്നാവുമല്ലോ. ചിലിക്കാൻ്റെ എടവും വലും നിൽക്കുന്ന രണ്ടാൾക്കാരാണ് ചിലിക്കാൻ്റെ കട്ട ഫ്രണ്ട്സ്. ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് ലുലുന്നൊന്നും കഴിക്കണ്ട, ഇവർ വേറെ ഏതോ സ്ഥലമുണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. ഓക്കെ, സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ എന്തോ നല്ല വെറൈറ്റി ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞേ. ഇവർക്കാണല്ലോ ഇവിടുത്തെ അറിയാം. അപ്പം നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് കഴിക്കാൻ വിചാരിച്ചു. വെറൈറ്റി ആവുമെന്ന് നോക്കാം.